ആധുനിക യുദ്ധരംഗത്തെ അടിമുടി മാറ്റിയെഴുതുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഭീതിജനകമായ മുഖമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ നിന്നും പുറത്തു വരുന്നത്. വടക്കൻ ഇസ്രയേലിലെ ഷൊമേര അതിർത്തി ഗ്രാമത്തിന് സമീപം നടന്നതായി പറയപ്പെടുന്ന ഒരു ഞെട്ടിക്കുന്ന സൈനിക വേട്ടയാടലിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഇസ്രയേൽ പ്രതിരോധ സേനയിലെ ഒരു സൈനികനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ കില്ലർ ഡ്രോൺ പകൽ വെളിച്ചത്തിൽ നടത്തിയ അതീവ മാരകമായ ചേസിംഗ് ദൃശ്യങ്ങളാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇരുവിഭാഗവും തമ്മിലുള്ള പരമ്പരാഗത യുദ്ധമുറകളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഹിസ്ബുള്ള വിന്യസിച്ചിരിക്കുന്ന FPV ഡ്രോണുകളുടെ കൃത്യതയും മാരകശേഷിയും തെളിയിക്കുന്നതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങൾ. ആയുധധാരിയായ ഒരു ഇസ്രായേൽ സൈനികൻ ജീവൻ രക്ഷിക്കാനായി പ്രാണരക്ഷാർത്ഥം ഓടുന്നതും അവന് തൊട്ടു പിന്നാലെ ആകാശത്ത് നിന്നും ഒരു പരുന്തിനെ പോലെ കില്ലർ ഡ്രോൺ കുതിച്ച് വട്ടമിട്ട് പറക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. യുദ്ധഭൂമിയിലെ മനുഷ്യന്റെ അതിജീവനവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മാരക പ്രഹരശേഷിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ഈ ദൃശ്യങ്ങൾ തുറന്നു കാട്ടുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറം സുരക്ഷിതമായ ബങ്കറുകളിൽ ഇരിക്കുന്ന ഹിസ്ബുള്ളയുടെ ഡ്രോൺ ഓപ്പറേറ്റർമാർ തത്സമയം നിയന്ത്രിക്കുന്നവയാണ് ഈ FPV ഡ്രോണുകൾ. ഡ്രോണിന്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രത്യേക VR ഗ്ലാസുകളിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഓപ്പറേറ്റർമാർ ശത്രുക്കളെ വേട്ടയാടുന്നത്. ഇത്തരമൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഓടുന്ന ഒരു മനുഷ്യ ശരീര ചലനങ്ങൾ പോലും കൃത്യമായി പിന്തുടർന്ന് ആക്രമിക്കാൻ ഈ ഡ്രോണുകൾക്കാകും. ഷൊമേരിയിലെ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു താവളത്തിൽ വെച്ചാണ് ഇസ്രയേൽ സൈനികൻ ഈ ഡ്രോണിന്റെ കണ്ണിൽപ്പെടുന്നത്. ആകാശത്തു നിന്നും പതിഞ്ഞ ശബ്ദത്തിൽ പാഞ്ഞു വരുന്ന മാരക പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞ സൈനികൻ സുരക്ഷിതമായ ഒരു ഒളിത്താവളം തേടി ഓടുകയായിരുന്നു. എന്നാൽ അവന്റെ വേഗതയേക്കാൾ എത്രയോ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഡ്രോൺ സൈനികന് തൊട്ടു പിന്നിലെത്തി പൊട്ടിത്തെറിക്കുന്ന കടുത്ത ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ആക്രമണത്തിൽ സൈനികന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇസ്രയേൽ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ള അടുത്തിടെയായി യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ വെറും ഒരു റിമോട്ട് കൺട്രോൾ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവയല്ല. ഇസ്രയേലിന്റെ അത്യാധുനിക ജാമിംഗ് സാങ്കേതിക വിദ്യകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ് ഹിസ്ബുള്ള ഇപ്പോൾ വലിയ തോതിൽ വിന്യസിക്കുന്നത്. റേഡിയോ തരംഗങ്ങളെ ആശ്രയിക്കാത്തതിനാൽ ഇത്തരം ഡ്രോണുകളുടെ സിഗ്നലുകൾ തടസ്സപ്പെടുത്താൻ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല. ഇത് ഇസ്രയേൽ സൈന്യത്തിന് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പകൽ വെളിച്ചത്തിൽ മാത്രമല്ല, രാത്രികാലങ്ങളിലും ശത്രുക്കളെ കൃത്യമായി വേട്ടയാടാൻ ശേഷിയുള്ള നൈറ്റ് വിഷൻ ക്യാമറകൾ ഘടിപ്പിച്ച ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. ഘനമേറിയ ഇരുട്ടിലും കാടുകളിലും ഒളിച്ചിരിക്കുന്ന സൈനികരുടെ ശരീരത്തിലെ താപനില തിരിച്ചറിഞ്ഞ് ആക്രമണം നടത്താൻ ഇവയ്ക്ക് കഴിയും. അതിർത്തി കടന്നുള്ള ഇസ്രയേലിന്റെ കമാൻഡോ നീക്കങ്ങളെ രാത്രികാലങ്ങളിൽ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള ഈ സാങ്കേതിക വിദ്യയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത്തരം ഡ്രോൺ ചേസിംഗ് ദൃശ്യങ്ങൾ ബോധപൂർവം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായ ഒരു മനഃശാസ്ത്ര യുദ്ധതന്ത്രമുണ്ട്. ഇസ്രയേൽ സൈനികർക്കിടയിൽ ഭീതി പടർത്താനും അവരുടെ മാനസിക വീര്യം തകർക്കാനും ഇത്തരം ദൃശ്യങ്ങൾ കാരണമാകുമെന്ന് ഹിസ്ബുള്ള കണക്കുകൂട്ടുന്നു. അതിർത്തിയിൽ എപ്പോൾ വേണമെങ്കിലും ആകാശത്ത് നിന്നും തങ്ങൾക്ക് നേരെ ഒരു മാരക ബോംബ് പാഞ്ഞു വരാം എന്ന ചിന്ത ഇസ്രയേൽ സൈനികരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മിസൈലുകളോ അത്യാധുനിക യുദ്ധവിമാനങ്ങളോ ഇല്ലാതെ തന്നെ ശത്രുക്കൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുമെന്നതാണ് FPV ഡ്രോണുകളുടെ പ്രധാന ആകർഷണം. വിപണിയിൽ നിന്നും എളുപ്പത്തിൽ ലഭ്യമാകുന്ന സാധാരണ ഡ്രോണുകളിൽ മാരകമായ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചാണ് ഹിസ്ബുള്ളയുടെ ഇത്തരം കില്ലർ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വിന്യസിച്ചാൽ ഇസ്രയേലിന്റെ പ്രസിദ്ധമായ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ പോലും നിഷ്പ്രഭമാക്കാനാകും. ഹിസ്ബുള്ളയുടെ ഡ്രോൺ താവളങ്ങളെയും അവ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമസേന ദക്ഷിണ ലെബനനിൽ കടുത്ത ബോംബാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും അതീവ രഹസ്യമായ താവളങ്ങളിൽ നിന്നും മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചും ഡ്രോണുകൾ വിക്ഷേപിക്കാൻ കഴിയുന്നത് ഹിസ്ബുള്ളയ്ക്ക് മുൻതൂക്കം നൽകുന്നു. തങ്ങളുടെ അത്യാധുനിക സൈനികർ അതിർത്തിയിൽ വെറുമൊരു ഡ്രോണിന് മുന്നിൽ പ്രാണരക്ഷാർത്ഥം ഓടേണ്ടി വരുന്നത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ട ഡ്രോൺ പരീക്ഷണങ്ങളുടെ കൂടുതൽ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രയോഗിക്കപ്പെടുന്നത്. വൻകിട യുദ്ധക്കപ്പലുകൾക്കും ടാങ്കുകൾക്കും പകരം ചെറുകിട ഡ്രോണുകളാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ മനുഷ്യർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കപ്പുറം
പൂർണ്ണമായും യന്ത്രങ്ങളും കൃത്രിമ ബുദ്ധിയും ചേർന്നുള്ള ഒന്നായിരിക്കും എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഷൊമേരയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലബനനിലെ സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഹിസ്ബുള്ള തങ്ങളുടെ ഡ്രോൺ ആക്രമണങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അതിർത്തിയിലെ ഗ്രാമങ്ങളിൽ നിന്നും 10,000-കണക്കിന് ഇസ്രയേൽ പൗരന്മാരെയാണ് ഡ്രോൺ ഭീതി കാരണം മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധഭൂമിയിലെ ഇത്തരം കടുത്ത ദൃശ്യങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ വടക്കൻ ഇസ്രയേലിലും ദക്ഷിണ ലെബനനിലും ഡ്രോണുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഹിസ്ബുള്ളയുടെ ഈ അപ്രതീക്ഷിത വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ ഇസ്രയേൽ പുതിയ എന്ത് സാങ്കേതിക വിദ്യ പുറത്തെടുക്കും എന്നാണ് പ്രതിരോധ ലോകം ഉറ്റുനോക്കുന്നത്. ആധുനിക നയതന്ത്ര യുദ്ധം മുറുകുമ്പോൾ ആകാശത്തു നിന്നും വരുന്ന ഈ അദൃശ്യ മൃത്യു ലോകരാജ്യങ്ങളെ കനത്ത ജാഗ്രതയിലാണ് നിർത്തിയിരിക്കുന്നത്.